വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എനിക്കേറെ പ്രിയമുള്ളവർക്കും നമസ്കാരം. ഈ സുദിനത്തിൽ എന്നെ കൂടി ഗീതം സംഗീതത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ആദ്യമായി ഇതിൻ്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ചും ശ്രീ ജയരാജ് വാര്യരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. തീർത്തും ധന്യമാണ് ഈ വേദി. ജീവിതത്തിൻ്റെ പല തുറകളിൽ നിന്നും ഉള്ള കഴിവ് തെളിയിച്ച, പലതരത്തിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തികളോടൊപ്പമാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് സപ്തവർണ്ണ അവാർഡ് സ്വീകരിക്കുന്ന കലാലയം രാധ, ശ്രീമതി കലാലയം രാധ എത്രയോ കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കണ്ണീരൊപ്പി ധന്യമായ ഒരു ജീവിത പന്ഥാവിലൂടെ എത്രയോ കാലമായി ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി ഷീബ അമീർ, ശബ്ദ സൗകുമാര്യം കൊണ്ട് നമ്മളെ ആനന്ദിപ്പിച്ച് എത്രയോ കാലമായി ആനന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമതി തങ്കമണി, അങ്ങനെ ഗീതം സംഗീതം എന്ന ഈ വലിയ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന, അതിൽ നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ എല്ലാ സ്ത്രീകൾക്കും സുരക്ഷയൊരുക്കുന്ന, അവർക്ക് സന്തോഷത്തിന് ഇട നൽകുന്ന പലരുമുള്ള ഈ വേദിയിലേക്ക് ഞങ്ങൾക്ക് കൂടി ഒരു ഇടം കിട്ടിയതിൽ ഉള്ള സന്തോഷം ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. ഈ 2024 വനിതാ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്ഘാടന പ്രസംഗമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇതിന് ശേഷം ഞങ്ങളുടെ ഒരു കൈകൊട്ടിക്കളി ഉള്ളത് കൊണ്ട് പകുതി മനസ്സ് അവിടെയാണ്. എന്തായാലും ഈ വർഷത്തെ തീം ഇൻസ്പയർ ഇൻക്ലൂഷൻ, ഇൻവെസ്റ്റ് ഇൻ വിമൻ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നാണ്. ഞാനിത് തിരിച്ചു വായിക്കുകയാണ്. ആക്സിലറേറ്റ് പ്രോഗ്രസ്, പുരോഗതിക്ക് അക്കം കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്വർണ്ണ നിക്ഷേപമല്ല തീർച്ചയായും. സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ധനമല്ല, നേരെ മറിച്ച് നിങ്ങളുടെ സമയമാണ്, മനസ്സാണ്, വിശ്വാസമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇൻസ്പയർ ഇൻക്ലൂഷൻ, അവരെ കൂടെ മുഖ്യധാരയിലേക്ക് ചേർക്കുക. മാറ്റി നിർത്തിയവരെ, നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചവരെ, അങ്ങനെ പലരെയും, നമുക്ക് ചുറ്റുമുള്ള പലതരം സ്ത്രീകളെ, നമ്മുടെ വീട്ടിനകത്തും പുറത്തുമുള്ള, നമ്മുടെ പരിചിത വലയത്തിലുള്ള, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെയോ കാണാതെയോ പോയിരുന്ന സ്ത്രീകളെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇൻക്ലൂഡ്, ഇൻക്ലൂഷൻ. അപ്പോൾ തന്നെ ഈ ലോകം, സ്ത്രീകൾ ചിരിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മുഖത്ത് പ്രകാശം പരന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ മുഴുവൻ പ്രകാശം നിറയും. ഇതൊരു പകർച്ചവ്യാധിയാണ് സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷമുള്ള സ്ത്രീകളുള്ള കുടുംബങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളായി മാറും. അത് കാണുന്ന അയൽവക്കക്കാർ എന്തുകൊണ്ട് ഈ സന്തോഷം ഞങ്ങളുടെ വീട്ടിലും ആയിക്കൂടാ എന്ന് വിചാരിക്കും. അങ്ങനെ ഈ നാട് മുഴുവൻ, ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ, ലോകം മുഴുവൻ സന്തോഷമുള്ള ആളുകളെ കൊണ്ട് നിറയട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രാർത്ഥന. അതിന് ഇങ്ങനെയുള്ള ഓരോ വനിതാ ദിനങ്ങളും ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഇന്ത്യയുടെ കാര്യം പോകട്ടെ, കേരളത്തിൽ തന്നെ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. PT ഉഷ, അഞ്ജു ബോബി ജോർജ് തുടങ്ങി കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവർ. ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന എഴുത്തുകാരി മാധവിക്കുട്ടി, ശോഭനയെ പോലുള്ള അഭിനേത്രികൾ, ശ്രീമതി കലാലയം രാധയെ പോലുള്ള അഭിനേത്രികൾ, ചിത്രകാരികൾ, നർത്തകിമാർ, കലാമണ്ഡലത്തിൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നിരുന്ന മല്ലിക സാരാഭായെ പോലുള്ള നർത്തകിമാർ, നാഞ്ചിയമ്മയെ പോലെ ഒരു ട്രൈബൽ കാസ്റ്റിൽ നിന്ന് വന്ന ഗായകർ, ഇങ്ങനെ കായികരംഗത്ത് തിളങ്ങുന്ന, കേരളത്തിന് അഭിമാനിക്കാവുന്ന എത്രയോ എത്രയോ നേട്ടങ്ങൾ കൈവരിച്ച സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അന്നാ ചാണ്ടിയെ പോലുള്ള
ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ വനിതാ ജഡ്ജിയും ലോകത്തിലെ രണ്ടാമത്തെ വനിതാ ജഡ്ജിയുമായിരുന്ന അന്ന ചാണ്ടിയെ പോലുള്ള സ്ത്രീകൾ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇവരൊക്കെ ഒരു പ്രിവിലേജ് ക്ലാസ് ആണ്. പഠിക്കാനും ആരൊക്കെയോ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ടും ഒരു കൈത്താങ് കിട്ടിയത് കൊണ്ടും ഭാഗ്യം അനുഗ്രഹിച്ചത് കൊണ്ടും ഒക്കെ ജീവിതത്തിൻ്റെ മുൻപന്തിയിൽ വരാൻ ഭാഗ്യം സിദ്ധിച്ച കുറച്ചു പേർ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊന്നും കാണാത്ത കുറച്ച് പേരും ഉണ്ടല്ലോ, കുറേ അധിക പേരും ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും. അവരെക്കുറിച്ച് എന്താണ് ഈ വനിതാ ദിനത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്? അധ്യക്ഷ അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി സൂചിപ്പിച്ചു. പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീകളെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്? അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ വനിതാ ദിനം സാർത്ഥകമാവുകയുള്ളൂ. മറ്റത് ഈ പറഞ്ഞ പോലെ ഇവിടെ വരാൻ ഭാഗ്യം സിദ്ധിച്ച, ഇതുപോലെ മറ്റുള്ള യോഗങ്ങളിൽ വരാൻ ഭാഗ്യം സിദ്ധിച്ച, ജീവിതത്തിൻ്റെ ഉന്നതിയിലെത്താൻ ഭാഗ്യം സിദ്ധിച്ച കുറച്ച് പേർക്ക് മാത്രം, വനിതകളാണെങ്കിൽ പോലും അവർക്ക് മാത്രം കരഗതമാകുന്ന ചില സന്തോഷങ്ങളും ആശംസകളും ആശീർവാദങ്ങളും ഒക്കെയായി ഈ വനിതാ ദിനവും കടന്നു പോകും. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചവരെല്ലാം കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഉന്നതിയിലെത്തിയവരാണെങ്കിൽ ജീവിതായോധനത്തിൻ്റെ വഴികളിൽ മുൻപന്തിയിലെത്തിയ ചില സ്ത്രീകളുണ്ട്. ആഴക്കടലിൽ മീൻ പിടിക്കാൻ ഇന്ത്യയിൽ ആദ്യത്തെ ലൈസൻസ് നേടിയ രേഖയെക്കുറിച്ച് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. വേറെ ഒരു ഗതിയുമില്ലാതെ ഒരു പുരുഷൻ ചെയ്യുന്ന ഒരു ജോലി കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഹെവി ലൈസൻസ് എടുത്ത് ബസ് ഓടിക്കുന്ന അപൂർവം ചില സ്ത്രീകളുണ്ട്. ഷീ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ട്. ഇങ്ങനെ ഒരു പാഷൻ്റെ പുറകെ അല്ലാതെ ജീവിത ആയോധനത്തിൽ കഴിവ് തെളിയിച്ച പുരുഷൻ മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നുള്ള ചില ജോലികൾ ചെയ്യുന്ന ചില സ്ത്രീകളെ കൂടി നമുക്ക് ഇത്തരത്തിൽ ഓർക്കാവുന്നതാണ്. തൃശ്ശൂർ തന്നെ അശ്വതി ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്ന ഇന്റർനാഷണൽ അവാർഡ് നേടിയ ഒരു വനിതാ സംരംഭകയുണ്ട് അശ്വതി. മറ്റൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബീന കണ്ണനുണ്ട്. ഇവരെയൊക്കെ നമുക്ക് ഒന്ന് ഓർത്ത് പോകാം. കാരണം വനിതാ ദിനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അച്ചീവ്മെന്റ് കൂടെ ചിന്തിക്കാനുള്ള അവസരമായിട്ടാണ് UNO പറയുന്നത്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളുണ്ട്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ സാക്ഷരത നേടിയ സ്ത്രീകളാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും തൊഴിൽ രംഗത്ത് 32% സ്ത്രീകളും 85% പുരുഷന്മാരും 65% പുരുഷന്മാരുമാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരമല്ല ഇത്. പക്ഷേ അങ്ങനെയാണ്. വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലെത്തുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് തൊഴിൽ മേഖലയിൽ പിന്നോട്ട് പോകുന്നു? അതിനുള്ള അവസരങ്ങൾ എന്തുകൊണ്ട് അവൾക്ക് നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവർ വരുന്നില്ല? വെറുതെ ചിന്തിക്കുക. ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോൾ. ഇനി നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകൾക്ക് പുറമെ ഒരുപാട് ഇപ്പോൾ ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും, ഡിജിറ്റൽ സ്പേസിൽ തൻ്റെ ഇടം കണ്ടെത്തിയ ഒരുപാട് സ്ത്രീകൾ, വ്ളോഗ് ചെയ്യുന്നവർ, എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ സാധാരണ ജീവിതത്തിന്റെ വർണ്ണ കാഴ്ചകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന സ്ത്രീകൾ, ഇവരൊക്കെ താന്താംഗങ്ങളുടെ ഇടം കണ്ടെത്തിയവരാണ്, സന്തോഷം കണ്ടെത്തിയവരാണ്. ഒരുപക്ഷെ ഈ ഡിജിറ്റൽ യുഗത്തിലല്ലായിരുന്നുവെങ്കിൽ ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരുപക്ഷെ ഒരു പൂവ് നടുന്നത് മുതൽ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ അടുക്കള, ഇതാണ് എൻ്റെ പാചക വേദി എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം തല ഉയർത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ മുടി വളർന്നത് എന്ന് പറയുന്ന ചെറിയ വലിയ കാര്യങ്ങൾ തൻ്റേതായിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്പേസിൽ എല്ലാവരും അറിയുന്ന രീതിയിൽ മുൻപെങ്ങും സ്ത്രീകൾ ധൈര്യപ്പെടാത്ത ഒരു മേഖലയാണ് ഇത്. അങ്ങനെ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, എല്ലാ സ്ത്രീകൾക്കും സന്തോഷിക്കാനും സമാധാനം കണ്ടെത്താനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ സന്തോഷം അവനവൻ്റെ മനസ്സിലാണ്, അതാണ് താക്കോല്, അവിടെയാണ് താക്കോൽ എന്നൊക്കെ നമ്മൾ വളരെ ഭംഗിപൂർവ്വം പറയും. പക്ഷേ എല്ലാവരും സാമൂഹ്യ ജീവികളാണല്ലോ. ഈ ലോകത്ത് ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും എല്ലാവരും സാമൂഹ്യ ജീവികളാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഏത് മനുഷ്യനും സന്തോഷമുണ്ടാവുകയുള്ളൂ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 3 കാര്യങ്ങൾ: അച്ചീവ്മെന്റ്, എഫെക്ഷൻ, അപ്രൂവൽ. സ്വന്തം സന്തോഷത്തിന്റെ ഇടം കണ്ടെത്തിയത് മാത്രം കൊണ്ടാവില്ല. ഈ അച്ചീവ്മെന്റ് അതൊരു നേട്ടമാണെങ്കിൽ ആ നേട്ടത്തിൽ ഒരു അപ്രൂവൽ,
ലോകത്തിൻ്റെ ഒരു അപ്രൂവൽ വേണ്ട, ലോകം വേണ്ട, സ്വന്തം വീട്ടുകാരുടെ ഒരു ചെറിയ അപ്രൂവൽ ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ട്. ഈ അപ്രൂവൽ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതല്ല, ഒന്ന് ചേർത്ത് പിടിച്ച് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അഫെക്ഷൻ. ഈ 3 കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് കിട്ടാതെ പോവുകയാണെങ്കിൽ ഈ സന്തോഷത്തിന്റെ താക്കോൽ തുരുമ്പ് പിടിച്ചു പോവുകയുള്ളൂ. മറ്റതൊക്കെ ഒരു മിഥ്യയായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ സമൂഹത്തിന്, ചുരുങ്ങിയ പക്ഷം വീട്ടുകാർക്കെങ്കിലും ഒരു സ്ത്രീയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഒരു കനൽ ജ്വലിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരു ചെറിയ ഒരു പോസ്റ്റ് കൂടെ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. അത് ഇന്ന് വായിച്ച ഒരു പോസ്റ്റാണ്. സീമ എന്ന് പറഞ്ഞ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംഹാൻസിൽ പഠിപ്പിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് നേരത്തെ പറഞ്ഞ എഫെക്ഷൻ എന്ന് പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ചെറുതാണ്, ഒരുപാടൊന്നും വേണ്ടടോ അവർക്ക് സന്തോഷിക്കാൻ. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്നതാവാം, ചിലപ്പോൾ കുറച്ചു നേരം വെറുതെ ഇരിക്കുന്നതാവാം, ചിലപ്പോൾ നിങ്ങൾ ആ TV ഒന്ന് നിർത്തിവെച്ച് ആ മൊബൈലിൽ നിന്നൊന്ന് തലപൊക്കി ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുന്നതാവാം, ചിലപ്പോൾ അവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ടുണ്ട് എന്ന നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായമാകാം, ചിലപ്പോൾ അവർ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോയ ഒരു കപ്പലണ്ടി മിഠായി തുണ്ടാവാം, ഒപ്പം ചായ കുടിച്ച ഒരു വൈകുന്നേരമാവാം, ചിലപ്പോൾ അടുക്കള പാചകത്തിൽ ചാരി നിന്ന് നിങ്ങൾ പങ്കുവെച്ച ഒരു പകൽ വിശേഷമാകാം, ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ചേർത്ത് പിടിക്കലാകാം, സാരമില്ലടോ എന്നൊരു വാക്കുവാകാം, ചിലപ്പോൾ അവരെ ഓർത്ത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച ഒരു ഫോൺ കോളോ അയച്ച ഒരു മെസ്സേജോ ആകാം. അത് അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും സഹപ്രവർത്തകയായാലും സുഹൃത്തായാലും കാമുകിയായാലും ആരായാലും, അതിനി വനിതാ ദിനമായാലും എന്നായാലും. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെയുള്ള പുരുഷന്മാർ ദയവായി നേരത്തെ ഞാൻ പറഞ്ഞ ഇതിലേക്കൊന്ന് ശ്രദ്ധ പതിപ്പിച്ചാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മുഖത്ത് എന്തായാലും ഒരു പുഞ്ചിരി വിരിയും. ആ പുഞ്ചിരി നിങ്ങളിലേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ പടരും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ. ഒരിത്തിരി സന്തോഷം കിട്ടാനായി, ഒരു സ്പൂൺ സന്തോഷം കിട്ടാനായി നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾ വരുത്താതിരിക്കുക. ഒരു സ്പൂൺ സന്തോഷത്തിനായി അവളെ കൊണ്ട് 1 ഗാലൻ സങ്കടം, കഷ്ടപ്പാട് കഴിപ്പിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.